ഹർഷ TV എന്നുള്ള പേരിൽ സനാതനധർമ്മ ശാസ്ത്രങ്ങളെയും ആചാരങ്ങളെയും പ്രചരിപ്പിക്കുന്നതിന് ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തുടങ്ങുന്നതിൽ, അതിൻ്റെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിൽ വളരെ സന്തോഷം. അത് സമാജത്തിൽ കൂടുതൽ ധർമാവബോധം എത്തിക്കുന്നതിന് സഹായകമാകട്ടെ. സ്വാമി വിവേകാനന്ദനെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഉപാസനയാണ്. സ്വാമിജിയുടെ ഓരോ വാക്കും ഓരോ വാചകങ്ങളും ഓരോ മഹാമന്ത്രങ്ങൾ മാതിരിയാണ്. നമ്മുടെ ഗ്രന്ഥങ്ങളായാലും ആചാരാനുഷ്ഠാനങ്ങളായാലും നമ്മുടെ ഭാരതീയ ഈശ്വര ആരാധനയായാലും എല്ലാത്തിൻ്റെയും പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോവുക, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവുക, ജീവിത സംഘർഷങ്ങളിൽ നിന്ന് സംഘർഷമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക. ഈ മനസ്സിനെ മാറ്റം വരുത്തുന്ന വഴിയിലേക്ക് നയിക്കലാണ് ഭാരതീയമായ സർവ പൈതൃക സന്ദേശങ്ങളുടെയും ലക്ഷ്യവും മാർഗവും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മലയാളികളായ കുട്ടികൾക്ക് മലയാളത്തിൻ്റെ രുചിയും മലയാളത്തിൻ്റെ മണവും സംസ്കാരവും നിറഞ്ഞ കൊച്ചു കഥകളിലൂടെ ജീവിതത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ച്, ജീവിതത്തിൻ്റെ ഉണ്ടാവേണ്ട ധർമ്മബോധത്തെക്കുറിച്ച്, മൂല്യബോധത്തെക്കുറിച്ച്, ഒപ്പം കൃഷ്ണനിലൂടെ, അർജുനനിലൂടെ, ചെറിയ മറ്റ് കഥാപാത്രങ്ങളിലൂടെ ഒക്കെ നമ്മുടെ വിശാലമായ ഭാവന, നമ്മുടെ ഇമാജിനേഷൻ, നമുക്ക് ചിന്തിക്കുവാനുള്ള കഴിവ് ഒക്കെ വികസിക്കുക എന്നതാണ് ഈ ചെറിയ കഥാപരിപാടിയുടെ. നമ്മൾ രണ്ടുപേരും ലോകത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ രണ്ടുപേരും നമ്മുടെ ജീവിതത്തെ നിലനിർത്തിയ, നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തിയ ചില വ്യക്തികളുടെ, ചില ആശയങ്ങളുടെ കഥകളിലേക്ക് കുറച്ചു നേരം ഈ പരിപാടിയിലൂടെ സഞ്ചരിക്കാൻ പോകുന്നു. ഭാരതീയ ആധ്യാത്മികതയിലെ, ഭാരതത്തിലെ ഋഷി പരമ്പരയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഹൈന്ദവ മതത്തിൽ മതം എന്നുള്ള രീതിയിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ആധ്യാത്മികമായ വശം, ഒന്ന് അതിൻ്റെ ആചരണപരമായ ഭാഗം. അങ്ങനെ ചൂണ്ടുവിരലിന് തർജിനി എന്ന് പറയും. നം തർജിനീഭ്യാം സ്വഹ. മൂന്നാമത്തെ മധ്യമ എന്ന് പറയുന്ന സമയത്ത് നടുവിരലാണ്. അവിടെ മം മധ്യമാഭ്യാം വഷറ്റ്. മോതിരവിരൽ, ആ മോതിര സ്പർശിച്ചുകൊണ്ട് ഷിം അനാമികാഭ്യാം ഹും. ചെറുവിരലിന് കനിഷ്ഠിക എന്ന് പറയും. വാം കനിഷ്ഠികാഭ്യാം വൗഷട്ട്. കരതലം, കയ്യിൽ ഉൾഭാഗം, യ കരതല, കരപൃഷ്ഠം എന്ന് പറയുക കയ്യിൽ പുറംഭാഗം, യ കരതല കരപൃഷ്ഠാഭ്യാം ഫട്ട്. പ്രാണനാണ് ഈ ശരീരത്തിൽ വരിഷ്ഠനെന്ന് പറഞ്ഞു. ഈ ശരീരത്തിൽ വരിഷ്ഠൻ, ശരീരത്തെ മുഴുവൻ നിലനിർത്തുന്നവൻ പ്രാണനാണെന്ന് പറഞ്ഞു. ഈ പ്രാണൻ കുതഹ യേശ പ്രാണോ ജായത. ഈ പ്രാണൻ എവിടുന്നാണ് ജനിക്കുന്നത്? കുതഹ കസ്മാത് ഹേതോഹോ, കസ്മാത് കാരണാത്. ഏതൊരു കാരണത്തിൽ നിന്നും പ്രാണഹ ജായതേ, പ്രാണൻ ജനിക്കുന്നു. ലളിതേ തവ പാവന പാദമതിൽ പരിപൂജന തൽപരനൈ
ഹരിഹരരാലുമതാചരിയാൽ ശരിയാവരി ഭാരമതാരറിയ. കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാമസ്തോഗത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാ ആനന്ദസ്ഫുരദനുഭവാഭ്യാ നതിരിയ. ശിവാനന്ദ ലഹരി എന്നാൽ ശിവഭക്തി പ്രവാഹം. ഈ സ്തോത്രത്തിൽ 100 ശ്ലോകങ്ങളാണുള്ളത്. ഓരോ ശ്ലോകവും ആ ഭഗവാന്റെ ആ ഭക്തി കൊണ്ട് നിറഞ്ഞതാണ്, ആ ഭക്തിയുടെ പ്രവാഹമാണ്. അതുകൊണ്ടാണ് ഇതിന് ശിവാനന്ദ ലഹരി എന്ന ആചാര്യൻ തന്നെ പേരിട്ടിരിക്കുന്നത്. ആയിരങ്ങൾ പഴക്കമുള്ള കേരളത്തിൻ്റെ തനത് സംഗീതത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഉപനിഷത്തുകളിൽ ശാന്തം ശിവം അദ്വൈതം എന്ന് പറയുന്ന അതേ എസെൻസാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത്. In Tantric Ashtanga Yoga, there is no yama, niyama, asana, pranama. The Chatur Gauna is not there. The Chatur Mukha Patanjala is Dharana, Dhyana, Pratyahara, Samadhi. Here it is Dhyana, Dharana, Pratyahara, Dhyana, Dharana, Samadhi. കാശ്മീര പ്രദേശം ഒരു കാലത്ത് പണ്ഡിതന്മാരുടെ ഒരു കേദാരമായിരുന്നു. കാശ്മീര പ്രദേശത്താണ് ഭാരതം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന പല ആശയങ്ങളും ഉരുത്തിരിഞ്ഞു വന്നത്. ആദ്യമായിട്ട് ബുദ്ധമതത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു കാശ്മീരം, ശൈവമതത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു കാശ്മീരം, വൈഷ്ണവ മതത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു കാശ്മീരം, ശാക്തേയ മതത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു കാശ്മീരം. കേരളത്തിലെ കാവുകളെക്കുറിച്ചുള്ള പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാവുകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ ആചാരത്തിൻ്റെ സംരക്ഷണയിൽ വളരുന്ന വനങ്ങൾ തന്നെയാണ്. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് പ്രകൃതി സംരക്ഷണം നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങളായിരുന്നു. ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ നാടിൻ്റെ തനതായിട്ടുള്ള സസ്യ ജന്തു വൈവിധ്യങ്ങളും പ്രകൃതി അതേപടി സംരക്ഷിക്കുന്നതിനുള്ള പാരമ്പര്യമായിട്ടുള്ള അനേകം മാർഗങ്ങളുണ്ട്. ഈ മാധ്യമത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് ശരിയായ ധർമാവബോധം ഉണ്ടാവട്ടെ. അതിനുവേണ്ടി എല്ലാ തരത്തിലും എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കുക. ഈയൊരു പരിശ്രമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി സമാജം ഇതിൻ്റെ പ്രവർത്തകരോട് പരമാവധി സഹകരിക്കുക. അങ്ങനെ ഒത്തൊരുമിച്ചുള്ള നമ്മുടെ പരിശ്രമത്തിലൂടെ
ഈ ആർഷ ടി വി അതിൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിൽ വിജയിക്കട്ടെ എന്ന് ഉള്ളുകൊണ്ട് ആശംസിക്കുകയാണ്. എല്ലാ ശുഭാശംസകളും നേർന്നുകൊള്ളുന്നു.